കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു നമ്മുടെ കർത്താവായിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവനുള്ളെന്നും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാനുള്ള കാലത്തോളം ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദാവീദ് പറയുന്നത് പോലെ കർത്താവ് എത്ര ദിവസം തന്നാലും അവിടത്തേക്ക് നന്ദി പറയാൻ, അവിടുത്തെ മുമ്പാകെ മുട്ടുകുത്താൻ, എല്ലാ കാലത്തും അവിടുത്തെ വാഴ്ത്താൻ നമുക്കിടയാവണം. എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുപിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ വഴിയെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് നടക്കാം. നമ്മുടെ വഴി എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ളതാണമെന്നില്ല. ദൈവത്തോട് പറ, കർത്താവേ, അങ്ങയുടെ വഴി എന്നെ കാണിക്കണം. തികവുള്ള വഴി, കുറവ് തീർന്ന വഴി, കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനുമുള്ള വഴി, സമുദ്രത്തിലുള്ള വഴി, വിശുദ്ധ വഴി ദൈവത്തിൻ്റെ വഴിയാണ്. സ്വന്തം വിവേകത്തിലും സ്വന്തം വഴിയിലും നമ്മൾ പോകരുത്. ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം നടക്കാൻ തയ്യാറാകുമെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് കേൾക്കുന്ന ശബ്ദം, വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം അവിടെ നമ്മെ കേൾപ്പിക്കും. ഏത് സമയത്തും അത് കഷ്ടതയുടെയും വേദനയുടെയും നടുവിലാണെങ്കിലും, സങ്കടത്തിൻ്റെ നടുവിലാണെങ്കിലും, എല്ലാവരും കൈവിടുമ്പോഴായാലും കേൾപ്പിക്കുന്ന ഒരു വഴിയുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അല്ലേ? മറ്റ് ശബ്ദങ്ങളൊക്കെ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ, ഞാൻ ജീവനാണ്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ് എന്ന് പറയുന്ന ദൈവസാന്നിധ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വഴികൾ അടയുമ്പോഴും കർത്താവ് പറയും, ഞാൻ വഴിയാണ്. എല്ലാ ഡോറും അടഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, തകർക്കപ്പെടില്ല, നശിച്ചു പോവില്ല. വാതിലായവൻ നമ്മോട് കൂടെയുണ്ട്, വഴിയായവൻ നമ്മോട് കൂടെയുണ്ട്, സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്, ഉന്നതൻ നമ്മോട് കൂടെയുണ്ട്, ഉയർന്നിരിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവിടുത്തെ എന്നേക്കുമുള്ളതെന്ന് വിളിച്ചു പറയാൻ കർത്താവ് നമ്മെ എല്ലാം ഇടയാക്കട്ടെ. തൻ്റെ ജനത്തെ മരുഭൂമിയിലെന്ന പോലെ, ഉറച്ച പ്രതലത്തിലെന്ന പോലെ, അവരുടെ കാലുകൾ ഇടറാതെ വണ്ണം ആഴിയെ വഴിയാക്കി അതിലൂടെ നടത്തിയ ഒരു ദൈവമുണ്ട്. സഹോദരങ്ങളെ, സ്തോത്രം ചെയ്യാമോ? ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ജീവപര്യന്തം വഴി നടത്താൻ ശക്തനാണ്. ആര് മാറിയാലും അവിടുന്ന് മാറില്ല. കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ, കൂട്ടുകാൽപരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവർ, കൂടുകളെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിക്കുന്നവൻ, കൊടുങ്കാറ്റിലും ശരണമായി ഇറങ്ങി വരുന്നവൻ, ഇന്നും നമ്മുടെ ദൈവമാണ്. എത്രയോ തവണ അവിടുത്തെ സാന്നിധ്യം രുചിച്ചറിയാൻ നമുക്കിടയായിട്ടുണ്ട് സഹോദരങ്ങളെ.
പർവ്വത സമാനമായ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഞാൻ അതിനെ സമഭൂമിയാക്കി തീർക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരം, ആ ശബ്ദം ഇന്ന് നമുക്ക് വേണ്ടി മുഴങ്ങുന്നതിനായി സ്തോത്രം ചെയ്യാം. ലൂക്കോസ് സുവിശേഷം 10-ാം 21 ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ വജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദമായല്ലോ. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ 70 പേർ യേശുവിൻ്റെ അടുത്ത് സന്തോഷത്തോടെ റിപ്പോർട്ട് കാഴ്ചവെക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമുണ്ടാകും. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങളിത് ചെയ്തപ്പോൾ, ഭൂതങ്ങൾ കീഴടങ്ങിയപ്പോൾ, ഇതിൻ്റെ പിന്നിൽ വ്യാപരിച്ച അദൃശ്യമണ്ഡലങ്ങളിൽ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്. അത് നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. പ്രിയരെ, നമ്മൾ പലതും ചെയ്യുമ്പോഴും ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില ശക്തികളെ തകർക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ മറന്നു പോകരുത്, അറിയാതിരിക്കരുത്. അതാണ് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നിട്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അടുത്ത് നോക്കൂ, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഒന്നും ഒരിക്കലും, ഒരു ദിവസം എന്നല്ല, ഒരിക്കലും ദോഷം വരുത്തത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വെല്ലുവിളികളെ ഭയപ്പെടുന്നത്? പ്രതിസന്ധികളിൽ നിരാശപ്പെടുന്നത്, ധൈര്യം ചോർന്നു പോകുന്നത്, നിരാശ വരുന്നത്, അയ്യോ തീർന്നെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, ഒന്നും എന്തുമാകട്ടെ, രോഗമാകട്ടെ, തകർച്ചയാകട്ടെ, അടഞ്ഞ ഡോറാവട്ടെ, അസ്വസ്ഥമാക്കുന്ന മണ്ഡലമാകട്ടെ, ഒന്നും നമ്മളെ ജയിക്കില്ലെന്നതിൻ്റെ അർത്ഥം. അടുത്ത ഭാഗം നോക്കൂ. കർത്താവ് പറയും, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും അൾട്ടിമേറ്റയും നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ നമ്മുടെ പേരുണ്ടാവണം, നിത്യത്തിലെത്തണം. ഈ ഒരു കാര്യം എല്ലാവരും ഉറപ്പുവരുത്തണം. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവിലായിത്തീരാതെ കേട്ടതധികം ശ്രദ്ധയോടെ കരുതി പ്രവാസകാലം ഭയത്തോടെ കഴിച്ച് നിത്യതയിലെത്തണം. എനിക്കൊരു വാക്യം ശ്രദ്ധിക്കൂ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്. പ്രിയരെ, നമുക്ക് ആനന്ദിക്കാൻ ഒരിടമുണ്ട്, ഹോളി സ്പിരിറ്റിലാണ്. ആത്മാവിൽ ആനന്ദിക്കാൻ, ആത്മാവിൽ സന്തോഷിക്കാൻ, ആത്മാവിൽ സംസാരിക്കാൻ കഴിയണമെങ്കിൽ ആത്മാവ് നമ്മുടെ അകത്ത് നിറയണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാവണം. സെക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സംസാരിക്കാൻ തുടങ്ങി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഈ ആത്മാവിൽ ആനന്ദിക്കാൻ കഴിയണം. എത്ര പേർക്ക് കഴിയാറുണ്ട് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ? പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചാൽ, തയ്യാറായാൽ, ഡിഗ്രിയുള്ളവർ, ഡിഗ്നിറ്റിയുള്ളവർ, കരുത്തുള്ളവർ, പ്രഗത്ഭർ, പണ്ഡിതർ, ധനശേഷിയുള്ളവരൊക്കെ
നമ്മുടെ ചുറ്റുപാടും കാണും. അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്ത ആത്മീയ മർമ്മങ്ങൾ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ, അതിൻ്റെ പൊരുളുകൾ, വ്യാഖ്യാനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരാൻ എൻ്റെ സ്വർഗത്തിന് പ്രസാദമാകും. ആർക്ക്? ആത്മാവിൽ ആനന്ദിക്കുന്ന, ആത്മാവിൽ സന്തോഷിക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായിത്തീരുന്ന ഒരു സമൂഹമാണോ, സ്വർഗീയ രഹസ്യങ്ങൾ അവിടുത്തെ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആഗ്രഹം ആത്മാവിൽ ആനന്ദിക്കാൻ. മറ്റു പലതിലും നാം ആനന്ദം കണ്ടെത്താറില്ലേ? ഫേസ്ബുക്കിലും യൂട്യൂബിലും TV കാണുന്നതിലും സംസാരിച്ച് സമയം കളയുന്നതിലും ഒക്കെ നല്ല ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കുന്നവരുണ്ട്. പക്ഷേ അതല്ല തിരുവെഴുത്ത് പറയുന്നത്. ഹോളി സ്പിരിറ്റിൽ ആനന്ദിച്ചൊരു യോഹന്നാൻ പത്മോസ് വന്നപ്പോഴും ആത്മവശതനായി, ആത്മാവ് നിയന്ത്രണം ഏറ്റെടുത്തു. ആത്മാവിനുള്ളിലായ മനുഷ്യൻ താൻ പിന്നെ കണ്ടത് പത്മോസല്ല, സ്വർഗം തുറന്നിരിക്കുന്നതാണ് കണ്ടത്. നമുക്കറിയാം, കല്ലേറിനാൽ തകർക്കപ്പെട്ട് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാര ഒഴുകുമ്പോഴും താൻ ആത്മാവിൽ നിറയുക സ്തെഫാനോസ് കണ്ടത് സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും സ്തെഫാനോസ് കണ്ടു. പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ, മുള്ളുകളുടെ നടുവിൽ, ഏറുകളുടെ നടുവിൽ, പ്രിയരേ, തുറന്നിരിക്കുന്ന സ്വർഗം കാണണമോ? സ്വർഗരാജ്യത്തിൻ്റെ വെളിപ്പാട് കാണണമോ? ആത്മാവിൽ ആനന്ദിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹമാക്കി ദൈവം നമ്മളെ തീർക്കട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, എനിക്ക് ആത്മാവിൽ ആനന്ദിക്കണം. ഇന്നൊരു തീരുമാനമെടുക്കൂ. മറ്റു പലതും ആനന്ദിച്ചാൽ നിമിഷ നേരം കൊണ്ട് ആനന്ദം നഷ്ടപ്പെടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ആനന്ദിക്കൂ. വൻ കാര്യങ്ങൾ സ്വർഗം ചെയ്യും. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ശിശുക്കൾക്കും കർത്താവേ, ഹല്ലേലൂയ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ചത് ശിശുക്കളായ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ആത്മാവിൻ്റെ സാന്ത്വനത്തിനായി, ആത്മാവിൻ്റെ ഇടപെടലിനായി, ആത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ലോകത്തിൽ ആനന്ദിപ്പാനല്ല, അങ്ങയിൽ ആനന്ദിപ്പാൻ, ഞങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുത കാണുവാൻ, ഞങ്ങളെ തന്നെ ക്രമീകരിപ്പാൻ, പരിശുദ്ധാത്മാവിൽ നടക്കാൻ, പരിശുദ്ധാത്മാവിൽ അനോയിന്റ് ചെയ്യപ്പെടുവാൻ ഒരു ശക്തിക്ക് ഞങ്ങൾക്ക് ദോഷം വരുത്താൻ കഴിയാതെ സകല അന്ധകാര മണ്ഡലങ്ങളെയും ഞങ്ങളുടെ കാൽ കീഴാക്കിയിരിക്കുക. സ്തോത്രം. ഈ പകൽ തന്ന വിടുതലുകൾക്ക് സ്തോത്രം, സൗഖ്യത്തിന് സ്തോത്രം, ബലത്തിന് സ്തോത്രം, ദൈവിക സമാധാനത്തിന് സ്തോത്രം, അങ്ങയുടെ അരുളപ്പാടുകൾക്ക് സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കൂ, ആത്മാവിൽ മൂവ് ചെയ്യൂ. ദൈവാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. കൃപ കൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.